വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ രസം, അടിപൊളി ടേസ്റ്റ് ആട്ടോ. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഞാനിവിടെ വലിയൊരു പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുളി, പച്ചമല്ലി, കുരുമുളക്, വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചമല്ലിയും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ പച്ചമല്ലി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. എപ്പോഴും രസത്തിൽ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പച്ചമല്ലി വറുത്തിട്ട് ചതച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിപ്പൊടി ഇടുന്നേക്കാട്ടിലും നന്നാവും ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഫൈൻ പൗഡർ ആവണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇനി നമ്മളതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചതച്ചെടുക്കാം. കുരുമുളക് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ പച്ചമല്ലിയും കുരുമുളകും ചെറിയ ജീരകവും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ 4 കഷ്ണം ഇഞ്ചിയും 7 ചെറിയ ഉള്ളിയും 10-12 ഇല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രസത്തിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വലിയൊരു പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമല്ലിയും കുരുമുളകും ചെറിയ ജീരകത്തിൻ്റെയും ആ ഒരു കൂട്ടിട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്കതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു രസമാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ രസത്തിന് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.